ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാത്തിയോ. Today I am giving you +2 English class, Unit 3. ഓക്കെ, അപ്പോൾ എക്സാമൊക്കെ ആവാറായി, മിനി ക്രിസ്മസ് എക്സാം. അപ്പോൾ യൂണിറ്റ് 3 അതിൽ നമുക്ക് യൂണിറ്റ് 3ലെ ചാലഞ്ചസ് ഓഫ് ലൈഫ്, അതിലെ 3 വീൽ റെവല്യൂഷൻ, അതിലെ ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റായിട്ട് കുറച്ച് സ്പീഡ് പോകാം. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി, വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ഷുഡ് ആൻ എൻ്റർപ്രന്യൂർ പ്രൊസസ്സസ്? അപ്പോൾ എന്ത് ഗുണങ്ങളായിരിക്കണം ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം, എൻ്റർപ്രന്യൂർ ഈസ് വൺ ഹൂ സീസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്സ് കോൺഷ്യസ് എഫോർട്സ് ടു മേക്ക് ഇറ്റ്സ് എൻ്റർപ്രൈസസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞ ഒരു സംരംഭകന് എന്തായിരിക്കണം? അദ്ദേഹം സീസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തണം, ആൻഡ് പുട്സ് കോൺഷ്യസ് എഫോർട്സ് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ്. എന്നിട്ട് അതൊന്ന് അദ്ദേഹത്തിൻ്റെ ബോധപൂർവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ തിങ്കിങ്ങിൽ കൂടി അതൊരു സംരംഭമായി, നല്ലൊരു സംരംഭമായി ഉയർത്തിക്കൊണ്ടുവരണം. ദെൻ ഹി ഷുഡ് ഹാവ് കറേജ്, വിഷൻ ആൻഡ് അതർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഹി ഷുഡ് ഹാവ് ദി കറേജ്, ധൈര്യമുണ്ടായിരിക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്തിനെക്കുറിച്ചും. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അല്ലെ പറഞ്ഞാൽ ഒരു നേതൃത്വ പാഠവും നേതൃത്വ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഒരു എൻ്റർപ്രന്യൂർക്ക് അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഹി ഷുഡ് ബി വില്ലിങ് ടു ടേക്ക് റിസ്ക്. ഏതൊരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായിരിക്കണം. You know, so many risk in front of an enterprise. You should know about that. അതായത് ഏതൊരു സംരംഭം നമ്മൾ ആരംഭിക്കുകയാണെങ്കിലും നമുക്കൊരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ദെൻ ഹി ഷുഡ് റിമെമ്പർ, നോ പെയിൻ നോ ഗെയിൻ. അല്ലേ, എന്താണ്, ഒരു പെയിനില്ലാതെ ഒന്നും ഗെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അല്ലേ, എന്താണ്, നമുക്കൊരു ബുദ്ധിമുട്ടാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. ആ കാര്യം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. സോ ആൻ എൻ്റർപ്രന്യൂർ ഷുഡ് ഹാവ് ഇൻ മൈൻഡ് വാട്ട്, ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാന കാര്യങ്ങളായി പറയുന്നത്. ഇനി ഇതോടൊപ്പം വേറൊരു ചോദ്യം വരാം. എന്താണെന്ന് പറഞ്ഞാൽ, വാട്ട് ആർ യുവർ ഡ്രീംസ് ഇൻ ലൈഫ്? ഹൗ ഡു യു പ്ലാൻ ടു പർസ്യൂ യുവർ ഡ്രീംസ്? എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? അത് നേടിയെടുക്കാൻ നിങ്ങൾ എന്തൊക്കെ തരത്തിലാണ് ശ്രമിക്കുക? അതുപോലെ ഏതൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുകൾ അത് നേടിയെടുക്കാനായിട്ട്? അപ്പോൾ ഞാൻ അതിൽ ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. അതായത്, മൈ ഡ്രീം ഇൻ ലൈഫ് ഈസ് ടു ബിക്കം എ ഗുഡ് എൻജിനീയർ ആൻഡ് എ ഗുഡ് പേഴ്സൺ. ഇപ്പോൾ ഒരാളുടെ എന്തോ ആവാട്ടോ, എൻജിനീയർ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കൊരു ഫോർ ആൻ എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. എനിക്ക് എൻജിനീയർ ആവണം, നല്ലൊരു വ്യക്തിയായി തീരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ സ്റ്റഡി hard and try to get high marks in mathematics, physics and chemistry. അപ്പോൾ എഞ്ചിനീയറാണ്, അപ്പോൾ ഞാൻ വളരെ കഠിനമായി അധ്വാനിക്കും, ഈ പറയുന്ന 3 വിഷയങ്ങളിലും നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വാങ്ങിയിരിക്കും. Then I know the engineers are the ones that make the world a worthy places to live in, with the large engineering marvels and witnesses today above all. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല കെട്ടിടങ്ങളും വളരെ അഭൂതപൂർവമായിട്ടുള്ള വളരെ ബൃഹത്തായ കെട്ടിടങ്ങളുടെയൊക്കെ പിന്നിലുള്ള ആളുകളാണ്. അതിൻ്റെയൊക്കെ ഉപരിയായി എബോവ് ആൾ, ഐ വാണ്ട് ടു ബി എ ഗുഡ് പേഴ്സൺ. ടു ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് മൈ ഫെലോ ഹ്യൂമൻ ബീയിങ്സ് ടു ലിവ് എ ലൈഫ് ഓഫ് കംഫർട്ട്. അതുപോലെ നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കണം, എൻ്റെ സഹജീവികളെ സഹായിക്കാനായി. അപ്പോൾ ഈ വീഡിയോ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഇതിൽ തന്നത്. ഇനി ഇതിൽ ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണത്. സോ ഐ വിൽ ഗിവ് യു ദി കണ്ടിന്യൂയിങ് പാർട്സ്. ഓക്കെ, ദെൻ സി യു.